IAS തലപ്പത്ത് വലിയ അഴിച്ചുപണിയാണ് സംഭവിച്ചത്. നമ്മൾ ഇന്നലെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ കണ്ടു. IPS തലപ്പത്ത് സ്ഥാനക്കയറ്റത്തിനും പ്രധാന കസേരകൾക്കുമായി ഒരു വടംവലി തന്നെ നടക്കുന്നു എന്നാണ് വിവരങ്ങൾ. DGP റാങ്ക് ലക്ഷ്യമിട്ട് ADGP-മാർ തമ്മിൽ മത്സരമെന്നാണ് സൂചന. DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടത് MR അജിത് കുമാറിനാണ്. രക്ഷാപ്രവർത്തന വിവാദത്തിൽപ്പെട്ടതോടെ അജിത് കുമാറിന്റെ സാധ്യത മങ്ങുന്നു. അതേസമയം അജിത് കുമാറിന്റെ പേര് ഈ കേസുമായി ബന്ധപ്പെടുത്തുന്നത് ഈ നീക്കത്തിന്റെ ഭാഗമെന്ന് ഒരു വിഭാഗം കരുതുന്നുമുണ്ട്. R അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, 10 വർഷത്തിന് ശേഷം സർക്കാർ മാറുമ്പോൾ സ്വാഭാവികമായും ഇതുവരെ പരിഗണിക്കപ്പെടാതിരുന്നവരൊക്കെ പരിഗണിക്കപ്പെടും. ഇതുവരെ വലിയ രീതിയിൽ പരിഗണിക്കപ്പെട്ടവരൊക്കെ അല്പം പരിഗണന കുറഞ്ഞ സ്ഥാനത്തേക്ക് പോകും. ഇതൊക്കെ സ്വാഭാവികമായി മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇപ്പോ പോലീസിൽ ഏതൊക്കെ തരത്തിലുള്ള ചരടുവലികൾ നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്, നീക്കങ്ങൾ നടക്കുന്നുണ്ട്? ശ്രീജ, ഭരണം മാറിയപ്പോൾ, അതും 10 വർഷത്തിന് ശേഷം സംസ്ഥാന സർക്കാരിൽ മാറ്റമുണ്ടായപ്പോൾ ആദ്യം പൊളിച്ചെഴുത്തുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചത് പോലീസിലാണ്. പ്രത്യേകിച്ച് IPS തലപ്പത്ത് അടക്കം താഴെ തട്ടുവരെ വലിയ പൊളിച്ചെഴുത്തലുകൾ ഉണ്ടാകും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതിന്റെ കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി പ്രധാനപ്പെട്ട തസ്തികകളിലൊക്കെ ഇടത് സ്വാധീനമുള്ളവരും പ്രത്യേകിച്ച് CPM-ന്റെ കണ്ണിലുണ്ണികളുമൊക്കെയാണ് പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ, തസ്തികകളിലൊക്കെ കഴിഞ്ഞ 10 വർഷമായി തുടരുന്നത്. അപ്പോൾ ഇവരെ, ഈ ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റിക്കൊണ്ടൊരു പൊളിച്ചെഴുത്ത് പുതിയ സർക്കാർ, UDF സർക്കാർ വരുമ്പോൾ ഉണ്ടാകും എന്നുള്ള ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു. പക്ഷേ ആ തീരുമാനം വൈകുകയാണ്. അത് സംബന്ധിച്ചൊരു പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേതാക്കൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിൽ ചില സമവായങ്ങൾ, ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ സമവായങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. മറ്റ് ഘടകകക്ഷികൾ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ആശയവിനിമയങ്ങളൊക്കെ UDF-നുള്ളിൽ നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ പോലീസിനുള്ളിലെ തന്നെ ഭരണ അനുകൂലികളുടെ പട്ടികയുണ്ട്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ ആ പൊളിച്ചെഴുത്ത് സാധ്യമാകൂ. പക്ഷേ അതിനിടയിൽ IPS തലപ്പത്തും വലിയ യുദ്ധം നടക്കുകയാണ്. അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി, പ്രധാനപ്പെട്ട തസ്തികകൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ സജീവമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തേക്ക്, അതിനൊപ്പം തന്നെ DGP റാങ്കിൽ സംബന്ധിച്ച ചില വടംവലികൾ നടക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് പുറത്തു വരുന്നത്. നിലവിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഡയറക്ടറായിട്ടുള്ള നിതിൻ അഗർവാൾ ഉടൻ തന്നെ വിരമിക്കും. അദ്ദേഹം വിരമിക്കുമ്പോൾ ആ DGP റാങ്കിലേക്ക് അടുത്ത പരിഗണിക്കപ്പെടേണ്ടത് MR അജിത് കുമാറിൻ്റെ പേരാണ്. MR അജിത് കുമാറിനെ നമുക്കറിയാം, കഴിഞ്ഞ തൃശ്ശൂർ പൂരം അടക്കം വലിയ വിവാദങ്ങളിൽപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അതിനുശേഷം ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തൊട്ടു പിന്നാലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവം, ഗവൺമെന്റ്മാരടക്കം ഉൾപ്പെട്ട കേസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട SIT നിയോഗിക്കുകയും ചെയ്തു. പക്ഷേ SIT നിയോഗിച്ച തൊട്ടു പിന്നാലെ അതുമായി ബന്ധപ്പെട്ട MR അജിത് കുമാറിനെതിരായി, അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസ് അന്ന് അട്ടിമറിച്ചത് അജിത് കുമാർ ആണ് എന്ന തരത്തിലുള്ള വാർത്തകൾ നിരന്തരമായി പുറത്തു വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ വാർത്തകൾക്ക് പിന്നിൽ തനിക്കെതിരായ നീക്കമുണ്ട് എന്നുള്ളതാണ് അജിത് കുമാറും അജിത് കുമാറിന്റെ കേന്ദ്രങ്ങളും വിശ്വസിക്കുന്നത്. അപ്പോൾ അത് തൻ്റെ DGP റാങ്കിലേക്കുള്ള പ്രൊമോഷൻ അത് തടയിടുക ലക്ഷ്യമിട്ട് ചിലർ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് അജിത് കുമാറിന്റെ കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി ചില ഉന്നതർ ആലപ്പുഴയിലെത്തി SIT ഉദ്യോഗസ്ഥരെ കണ്ടു എന്നൊക്കെയുള്ള കിംവദന്തികൾ പോലീസിനുള്ളിൽ പ്രചരിക്കുന്നുണ്ട്. ഏതായാലും ഈ അജിത് കുമാറിനെ DGP റാങ്കിലേക്ക് പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ അപ്പോൾ തൊട്ടു പിന്നാലെയുള്ള ADGP-മാർക്കായിരിക്കും അതുമായി ബന്ധപ്പെട്ട അടുത്ത സാധ്യത വരുന്നത്. അങ്ങനെ വരുമ്പോൾ അജിത് കുമാറിന് പോലീസ് മേധാവിയാകാനുള്ള സാധ്യത തീർത്തും മങ്ങുകയാണ്. അപ്പോൾ പോലീസ് മേധാവിയാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥർ അതിനു പിന്നിലുണ്ട് എന്നൊക്കെയുള്ള ചില സംസാരങ്ങളാണ് പോലീസ് ആസ്ഥാനത്തും പോലീസിനുള്ളിലും നടക്കുന്നത്. അതിനൊപ്പം തന്നെ ഏതായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട തസ്തികകളിൽ നിന്ന് ഉദ്യോഗസ്ഥരെ എല്ലാം മാറ്റും എന്നുള്ള കാര്യവും ഉറപ്പാണ്. പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡർ ADGP, ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ ADGP-യും ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ മേധാവിയും ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്, H വെങ്കടേഷാണ്. ഈ 2 തസ്തികകളിൽ നിന്നും H വെങ്കടേഷിനെ മാറ്റാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ലോ ആൻഡ് ഓർഡർ ADGP-ആയിട്ട് ആര് വരും? അത് P വിജയന് ഒരു സാധ്യത പറയുമ്പോൾ, P വിജയൻ നേരത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുഖമായിട്ടിരുന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ആ സമയത്ത് അദ്ദേഹം നടപടിയൊക്കെ നേരിട്ടെങ്കിലും കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയായിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ വരുമ്പോൾ ഡെപ്യൂട്ടേഷനിൽ നിന്ന് തിരിച്ചു വന്ന ദിനേന്ദ്ര കശ്യപിനെ ലോ ആൻഡ് ഓർഡർ ADGP ആകണം എന്നുള്ള ഒരു ചർച്ചകൾ ഈ പോലീസിനുള്ളിൽ, ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ച ഒരു അവസാനവട്ട തീരുമാനത്തിലേക്ക് എത്തേണ്ടത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ്. അവർ തമ്മിൽ ഇത് സംബന്ധിച്ചൊരു ചർച്ച നടന്നതായിട്ട് വിവരമില്ല. ഇന്നലെ അവർ തമ്മിൽ ആശയവിനിമയം നടത്തുമെന്നാണ് അറിഞ്ഞത്. ഒരു പക്ഷേ മുഖ്യമന്ത്രി ഈ ബജറ്റിൻ്റെ തിരക്കിലായതുകൊണ്ട്
ഫോണിലൂടെ രണ്ടുപേരും തമ്മിൽ ആശയവിനിമയം നടത്തിയേക്കും എന്നുള്ള സൂചനയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും IAS തലപ്പത്തെ അഴിച്ചുപണി ഏതാണ്ട് പൂർത്തിയായി. ഇന്നലെ അതിൻ്റെ ഉത്തരവൊക്കെ ഇറങ്ങി. അപ്പോൾ ഇന്ന് ഒരു പക്ഷേ IPS തലപ്പത്തെ അഴിച്ചുപണി സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങും. അത് സമഗ്രമായ അഴിച്ചുപണിയാകും. പോലീസിൽ അടിമുടി മാറ്റമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനൊപ്പമാണ് ആ അഴിച്ചുപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റാങ്കുകൾക്ക് വേണ്ടിയുള്ള വടംവലിയും ശീതയുദ്ധവുമാണ് IPS തലപ്പത്ത് നടക്കുന്നത്. ശ്രീജ.